ഞാൻ ഇന്നുള്ളത് കൈലാക്ക് സിഗ്നേച്ചർ പ്ലസിന്റെ വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ടാണ്. മുതൽ സിഗ്നേച്ചർ പ്ലസ് വരെ ഇതിന്റെ എക്സ്റ്റീരിയർ അപ്പീലിംഗിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇറ്റ് ലുക്സ് ദ സെയിം. പക്ഷെ മാറ്റം എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്ന സമയത്ത് ഈ മിറേഴ്സ് ആണ്. ഇതിൽ വരുന്ന സമയത്ത് ഇതിന്റെ മിറേഴ്സ് വന്നിട്ട് ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് ആണ് ഈ വണ്ടീൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈവർ സൈഡിൽ കീലെസ് എൻട്രി ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കീ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ ഉണ്ടായാലും മതി. ഇത് ലോക്ക് അൺലോക്ക് ബട്ടൺ ഇതിൽ തന്നെ ആക്റ്റീവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തന്നെ കാര്യമായിട്ടുള്ള മാറ്റം സിഗ്നേച്ചർ പ്ലസ്സിൽ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കീലെസ് എൻട്രി പ്ലസ് പുഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ. അതായത് നമുക്ക് എൻജിൻ സ്റ്റാർട്ടും സ്റ്റോപ്പും ബട്ടൺ ഉപയോഗിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കാണ്. ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള കോക്പിറ്റാണ് ഈ വണ്ടീൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അത് കൂടാണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സിഗ്നേച്ചർ പ്ലസ് മുതൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ അവൈലബിൾ ആണ്. ഇതിൽ വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ റിവേഴ്സ് ക്യാമറൻ്റെ ഫംഗ്ഷനും കൂടി ഈ വണ്ടീൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഇതിൽ ഓപ്ഷണലും കൂടിയാണ്. അതും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുമുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൽ വരുന്ന സമയത്ത് മാറ്റം വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസി മാറിയിട്ട് ഫുള്ളി ഓട്ടോ അഡ്ജസ്റ്റിംഗ് എ സിയാണ് വരുന്നത്. അതും ടച്ച് പാനലാണ് വരുന്നത്. പിന്നെ ടൈപ്പ് സിൻ്റെ 2 സോക്കറ്റ് ഫ്രണ്ടിലുണ്ട്, റിയറിലും 2 ടൈപ്പ് സി സോക്കറ്റ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. സിഗ്നേച്ചർ പ്ലസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ ടൂണിങ്ങിലാണ് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ വരുന്ന സിഗ്നേച്ചർ വരെയുള്ള വേരിയൻറ്റിൽ ബ്ലാക്ക് ആൻഡ് ഗ്രേജ് ഇൻറ്റീരിയർ ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബീജ് ആൻഡ് ഗ്രേജ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് വരുന്നുള്ളത്. പിന്നെ നമ്മുടെ ഫാബ്രിക് മെറ്റീരിയൽ ഇതിലും ഗ്രേ ആൻഡ് ബ്ലാക്ക് ടോണിങ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ടോണിങ്ങിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സീറ്റിങ്ങിൻ്റെ ഫാബ്രിക് മെറ്റീരിയലും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡോർ ആംറസ്റ്റ് വരുന്ന സമയത്തും ഗ്രേജും ബ്ലാക്ക് തന്നെയാണ് ആ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത മേജർ ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിൻ്റെ റിയർ സൈഡിലാണ്. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് രണ്ടും നമുക്കൊരു ക്യാപ്റ്റൻ നല്ല കംഫർട്ടബിൾ കുഷനിങ് സീറ്റ് തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുള്ളത്. അതിൽ ആഡ് ഓൺ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ആൻ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. ഇത് സിഗ്നേച്ചർ പ്ലസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സീറ്റ്സ് വന്നിട്ട് 60-40 സ്പ്ലിറ്റബിൾ സീറ്റ്സും കൂടെയാണ് ഈ വണ്ടീൻ്റെ അകത്ത് വരുന്നത്. പുറകിൽ വരുന്ന മേജർ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. സിഗ്നേച്ചർ, ക്ലാസിക് പ്ലസ്, ക്ലാസിക് വരെയുള്ള എല്ലാ മോഡലുകളിലും എയ്രൽ ആൻറ്റിനയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിലവിലൊരു വാഹനം വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും എല്ലാ ബെൽസ് ആൻഡ് വിസിൽസും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പുതിയ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈലാക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നിയറസ്റ്റ് ഷോറൂമിലേക്ക് പോയിട്ട്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് മെസ്സേജസ് ആയിട്ട് എൻ്റെ ഇൻബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലേക്കോ ഷെയർ ചെയ്യുക. താങ്ക് യു.